ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡ് ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോയിൽ എപ്പോഴാണ് തായ്ലൻഡിലോട്ട് പോകേണ്ടത്, എവിടേക്ക് പോകണം, എത്ര രൂപയാണ് ടോട്ടൽ ആയത്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻ ഏതൊക്കെയാണ്, ചീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രാവൽ എങ്ങനെയാണ്, ഡോക്യുമെന്റ്സ് എന്തൊക്കെ കരുതണം എന്ന് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ നോക്കുമ്പോൾ അത്ര എല്ലാ ഇൻഫർമേഷനും തരുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയില്ല. നോ ഇൻഫർമേഷൻ. അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം. തായ്ലൻഡിലെ ഫുക്കറ്റിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. ഫുക്കറ്റിലോട്ട് വിസിറ്റ് ചെയ്ത ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മാർച്ച് ഒക്കെയാണ്. അതായത് മഴയില്ലാത്ത ടൈമിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫുക്കറ്റ് വിസിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഐലൻഡിലോട്ട് പോകുമ്പോൾ സ്പീഡ് ബോട്ടിൽ അല്ലെങ്കിൽ ഫെറി വഴിയാണ് പോവുക. അപ്പോൾ കടൽ നല്ല ശാന്തമായിരിക്കുന്ന സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ഐലൻഡ് വിസിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് തായ്ലൻഡ്? ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് തായ്ലൻഡ് എന്നുള്ളത്. മാത്രമല്ല ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. കാരണം ഇന്ത്യൻ കറൻസി വലിയ വ്യത്യാസമൊന്നും തായ്ബട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴില്ല. അപ്പൊ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ട് പോകാം. അതുകൊണ്ട് തായ്ലൻഡ് എന്നത് ഇന്ത്യക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. തായ്ലൻഡിൽ പട്ടായ, ബാങ്കോക്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളായിരിക്കും എല്ലാവരും കൂടുതലായിട്ട് പോകുന്നത്. പക്ഷെ നാച്ചുറൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിൽ മായവേ, ഫുക്കറ്റ് പോലുള്ള ഐലൻഡ്സ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ പോയിട്ടുള്ളത് കൈരളി ട്രാവൽസിൻ്റെ കൂടെയാണ്. പക്ഷെ നിങ്ങൾക്ക് തനിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. പക്ഷെ ബെസ്റ്റ് ആയിട്ടുള്ളത് ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ പോകുന്നതായിരിക്കും. കാരണം പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് എല്ലാം വളരെ പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറവാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും ട്രാവൽ ഏജൻസിയോട് പോവുകയാണെങ്കിൽ. നമ്മൾ സ്വന്തമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരുപാട് സമയം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാം. പക്ഷെ നമ്മൾ കാണുന്നത് കുറച്ച് പ്ലേസസ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകുമ്പോൾ ബാഗ് 7 kg ക്യാരി ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വഴി നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ 7 kg ഇപ്പം നിങ്ങൾ കപ്പിളായിട്ടാണ് പോകുന്നതെങ്കിൽ 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് 7 kg ബാഗ് പാക്ക് ചെയ്യാം. ഇപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് 1 year old ബേബി, അതേപോലെ 4 year old ഒരു കിഡ്, എൻ്റെ അമ്മ, നമ്മൾ 5 പേരായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ കുട്ടിക്ക് 3000 മാത്രമാണ് നമുക്ക് രൂപയായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കിഡ്സുമായിട്ട് പോകുന്നതാണെങ്കിൽ കുട്ടിക്ക് 2 വയസ്സ് ആവുന്നതിന് മുൻപ് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് ആവശ്യമില്ല, നമുക്കത് ലാഭിക്കാൻ പറ്റും. പിന്നെ തായ്ലൻഡിലോട്ട് പോകുമ്പോൾ നമ്മൾ ഷോ മണി കയ്യിൽ കരുതേണ്ടതാണ്. ഇപ്പോൾ ഫാമിലിക്ക് 20,000 തായ്ബത്താണ് ഫാമിലിക്ക് വേണ്ടി നമ്മൾ കയ്യിൽ കരുതേണ്ടത്. സപ്പോസ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് 10,000 തായ്ബട്ട് നമ്മളെ കയ്യിൽ ഷോ മണിയായിട്ട് നമ്മൾ കയ്യിൽ കരുതണം. പക്ഷെ അവിടുന്ന് ഡിപ്പെൻസ് ആണ്, അവർ ചോദിക്കൊന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് കയ്യിൽ കരുതുന്നതാണ് നല്ലത്. അപ്പോൾ 10,000 ക്യാഷ് ആയിട്ട്, തായ്ബട്ട് ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. കാരണം ഐലൻഡിലോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ കാർഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തത് എക്സ്ട്രാവൽ മണി എന്ന് പറയുന്ന കമ്പനിയായിട്ടാണ്. അപ്പോൾ അവർ നമുക്ക് ഈ ഒരു കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ചീപ്പസ്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് അന്ന് ഏറ്റവും കുറവ് എവിടെയാണോ അവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ഏറ്റവും കുറവ് റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഒരു കാരണവശാലും നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്ക് അത്ര വിചാരിച്ചത്ര റേറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്ത ഈ ഓപ്ഷൻ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കൊച്ചിയിൽ. പിന്നെ ഈ ഒരു ബാക്ക് പാക്കിങ്ങിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് കിഡ്സിനോട് പോവുകയാണെങ്കിലും ഇൻഡിവിജ്വൽ പോവുകയാണെങ്കിലും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അത് പോയിട്ട് കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഡിജിറ്റൽ അറൈവൽ കാർഡ് ആവശ്യമാണ്. തായ്ലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് 72 hours നമ്മൾ ആ കാർഡ് എടുത്തിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർ തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്തോളും. അല്ലെങ്കിൽ അവിടേക്ക് 72 hours ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഫുക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഫുക്കറ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സിം എടുക്കാം. ഒരുപാട് സിം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സിം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സിം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പോകാൻ പറ്റുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും. കാരണം ഞങ്ങൾക്ക് അങ്ങനൊരു അപ്പളി പറ്റിയിട്ടുണ്ടായി.
നമ്മൾക്ക് പിന്നീട് കയറാൻ പറ്റില്ല. അവരുടെ തന്നെ വേറെ ഒരു ഷോപ്പിൽ പോയിട്ടാണ് പിന്നെ നമ്മൾ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഒരു സിം ഓപ്ഷൻ എടുക്കുക. വളരെ ചീപ്പായ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു 300 താഴെപ്പെട്ടിലൊക്കെയാണ് നമുക്ക് അവിടെ സിം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഇന്റർനെറ്റും അവൈലബിൾ ആയിട്ടുള്ള ഓഫർ തന്നെ എടുക്കും. പിന്നെ ഞങ്ങൾ ട്രാവൽ ഏജൻസി ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർപോർട്ട് എത്തിക്കഴിഞ്ഞ പാടെ തന്നെ അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 hour ജേർണി ഉണ്ടായിരുന്നു ഫ്രം ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ സ്ഥലത്തേക്ക്. അവിടെ അക്കോമഡേഷൻ ചീപ്പായിട്ട് കിട്ടും. ഒരു 1 day 3400 rupees വെച്ചിട്ട് 4 star ഹോട്ടലിൽ നിങ്ങൾക്ക് നല്ലൊരു അക്കോമഡേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. 1000 താഴെപ്പെട്ട് നിങ്ങളവിടെ ഹോട്ടലിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു തരും. സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഞങ്ങൾ നിന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അതേപോലെ പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ളതും രാത്രിക്കുള്ള ഫുഡുമാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടി വന്നിട്ടുള്ളത്. കയ്യിലല്ല, ഞങ്ങൾ അവിടെ ചീപ്പസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് 7-Eleven എന്ന് പറയുന്നത്. 7-Elevenൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അവിടെ നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ മീൻസ് അവർ തന്നെ ചൂടാക്കിയിട്ട് നമുക്ക് തരും. അതിൻ്റെ കുറിച്ചിട്ടുള്ള 7-Eleven ആൻഡ് സൂപ്പർ ചീപ്പ് എന്ന് പറയുന്ന 2 ഷോപ്പാണ് തായ്ലൻഡിൽ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ഈ 2 ഷോപ്പിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരിലേക്ക് പോയി കാണാം. അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹോട്ടലിൽ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അവിടുന്ന് തന്നെ കുറച്ച് ഫുഡ് എടുക്കും. കാരണം അവർക്ക് എപ്പോഴാ ഏത് സ്ഥലങ്ങളിൽ വിശക്കുവാണെങ്കിൽ ഇതൊന്നും എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് അവിടെ ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ സൊമാറ്റോ, സ്വിഗ്ഗി പോലെ ഇവിടെ ഗ്രാബ് എന്ന് പറയുന്ന ആപ്പിൽ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് എത്തിക്കാനും കഴിയും കേട്ടോ. പിന്നെ ഉള്ളത് ട്രാവൽ. നിങ്ങൾക്ക് അവിടുന്ന് നമുക്ക് അതായത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഊബറൊക്കെ പോലെ അവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഉള്ളതാണ് ബോൾട്ട് എന്ന് പറയുന്നത്. ബോൾട്ടിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രാബിലും നമുക്ക് ട്രാവൽ ചെയ്യാം, പക്ഷെ ബോൾട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ബോൾട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഗ്രാബ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ബോൾട്ടിൽ സപ്പോസ് നമുക്ക് ഡ്രൈവർ കിട്ടിയില്ലാന്നെങ്കിൽ നമുക്ക് ഗ്രാബിന് ചൂസ് ചെയ്യാം. 250-300 തായ്പട്ടയ്ക്ക് ആയിരിക്കും നോർമലി ഒരു അടുത്തുള്ള പ്ലേസിൽ പോയിട്ട് വരാൻ അവർ എടുക്കുന്നത്. പ്ലേസിന് കൂടെയുള്ള 4th ഡേ നമുക്ക് ഫ്രീ ഡേ ആയിരിക്കും. നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ തന്നെയാണ് അവിടെ ബാക്കി എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത് ബോൾട്ടായിരുന്നു. അപ്പോൾ അവർ ഡ്രൈവർ കിട്ടാൻ കറക്റ്റ് പ്ലേസിൽ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം അവർ പിന്നെയും പൈസ ഇത്ര പ്രൈസ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു അതിൽ നിന്നുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കുക. അതായത് ബോൾട്ടിലുള്ള നമ്മൾ ടാക്സി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രൈവറ്റ് വെഹിക്കിൾ ആയിട്ട് നമുക്ക് അതിലുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ചും ചീപ്പായിരിക്കും എങ്കിലും ടാക്സി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരാനും കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ബെസ്റ്റ് ഫുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു 7-Elevenൽ അവിടെയുള്ള സ്റ്റാഫിനും ഇംഗ്ലീഷ് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആൻസർ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ തന്നെ വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇനിയാണ് ട്രാവൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ അവിടെ 2:40 ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നുണ്ട്. അവിടെ ഫുക്കറ്റിലേക്ക് ഞങ്ങൾ എത്തിയത് മോർണിംഗ് 8 o'clock. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ ഡെസ്റ്റിനേഷനാണ് പത്തോങ് ബീച്ച്. നൈറ്റ് ലൈഫ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പത്തോങ് ബീച്ച്. പിന്നെ പിറ്റേന്ന് രാവിലെ ആണ് ഞങ്ങൾ ഐലൻഡ് ടൂർ ഫിഫി ഐലൻഡ്, മായ ബേ, മങ്കി ബീച്ച്, അങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട്. അവിടെ ഫുഡും അതൊരു കംപ്ലീറ്റ് 1 day ഇറ്റിനറി ആണ് കേട്ടോ. നമുക്കൊരു പാക്കേജ് എടുക്കാം അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഐലൻഡ് പാക്കേജ് അത് ഞങ്ങളല്ലാതെ ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ ഏജൻസിയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് 1 day അവിടെ നമ്മൾ രാവിലെ അവരോട് കൊണ്ടുപോയിട്ട് സ്പീഡ് ബോട്ട്, ഫെറി 2 ഓപ്ഷനാണുള്ളത്. ഫെറിയിലാണെങ്കിൽ 2 hour ജേർണി ഉണ്ടാകും. സ്പീഡ് ബോട്ട് ആണെങ്കിൽ 1 hour ജേർണിയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്പീഡ് ബോട്ട് വളരെ സ്പീഡായിട്ട് കുറച്ച് ബമ്പി ആയിട്ടായിരിക്കും പോവുക. ഫെറി ആണെങ്കിൽ അതുണ്ടാവില്ല. ആ 2 ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ
അപ്പോൾ ഐലൻഡിൽ അവിടെ തന്നെ ഫുഡും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഐലൻഡിലെ ദിവസത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുട്ടികളായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഡയപ്പറും ഒക്കെ എടുക്കുക. കാരണം ഐലൻഡിലെ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് ഡയപ്പർ ഒന്നും കിട്ടില്ല. ഞങ്ങളിവിടെ പോയിട്ട് നമുക്ക് ഡയപ്പർ തീർന്നു പോയി, ഞങ്ങൾക്ക് ഡയപ്പർ പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ഡിസ്പോസൽ ബാഗും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പീഡ് ബോട്ടിലൊക്കെ പോകുന്ന ഫെറിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു മോഷൻ സിക്നസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാബ്ലറ്റ് എടുക്കാം. അതല്ല ടാബ്ലറ്റ് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ വേറൊരു സൂപ്പർ ടിപ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്പീഡ് ബോട്ടിൽ തന്നെ ഐസ് ഉണ്ട്. കാരണം നമുക്ക് വെള്ളമൊക്കെ അവർ ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ എക്സ്ട്രാ വെള്ളം ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അതും ഈ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വെള്ളം, പെപ്സി, ഈ രണ്ടും നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ മോഷൻ സിക്നസ് ഉള്ളവർക്ക് ആ ഒരു സഞ്ചിയിൽ ഐസ് കെട്ടി എടുത്തിട്ട് നിങ്ങളുടെ ഈ ബാക്കിൽ ഇവിടെ കൈയിൻ്റെ ഈ 2 പോർഷൻസിൽ അവിടെ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, തലകറക്കം, അതൊക്കെ തലവേദന, അതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും. ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫോറിനർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. അമ്മയ്ക്ക് സ്പീഡ് ബോട്ടിൽ നിന്ന് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ അവരത് പറഞ്ഞു തന്നതനുസരിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഇതും നല്ലൊരു ടിപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ടാബ്ലറ്റ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ പോകുന്ന സമയത്ത് നിങ്ങൾ തല തോർത്താൻ വേണ്ടിയിട്ട് ഒരു ടവല് കയ്യിൽ കരുതുക. കാരണം സ്നോർക്കലിംഗ് പിന്നെ വെള്ളത്തിലൊക്കെ നമുക്ക് കളിക്കാൻ അവിടെ നിന്ന് പറ്റുമല്ലോ. സ്നോർക്കലിംഗ് ഭയങ്കര ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്നോർക്കലിംഗ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് കയ്യിൽ കരുതുക. അത് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചേഞ്ച് ചെയ്യാൻ സെപ്പറേറ്റ് പ്ലേസ് ഒന്നുമില്ല അവിടെ. ഞങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്വിംസ്യൂട്ട് ഉള്ളിൽ കരുതി അതിൻ്റെ പുറമെ വേറൊരു ഡ്രസ്സ് ഇടും. വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇത് കഴിച്ച് സ്വിംസ്യൂട്ടിൽ വെള്ളത്തിൽ ഇറങ്ങും, ശേഷം മറ്റേ ഡ്രസ്സ് എടുത്തിടും. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നതായിരിക്കും പറ്റും. അപ്പോൾ 2 ഡ്രസ്സ് ഐലൻഡ് ടൂറിൽ നിങ്ങൾ കയ്യിൽ കരുതുക. കുട്ടികൾക്കുള്ള തലതോർക്കുന്ന ടവൽ അത് ഒക്കെ കയ്യിൽ കരുതുക. പിന്നെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വാട്ടർ പ്രൂഫിൻ്റെ അതിവിടെ ഞാൻ കൊടുത്തേക്കാം, ഇതിൻ്റെ ഇമേജ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കിപ്പോൾ ഉള്ളിൽ നിന്ന് ഫിഷിൻ്റെയും ഞങ്ങൾ വെള്ളത്തിനുള്ളിൽ നിന്നുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് പോലെ എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഉള്ളത് നിങ്ങൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കടലിൻ്റെ കുറച്ചൊരു സൈഡിലോട്ടാണ് നിർത്തുക. നല്ല ആഴമുള്ള ഒരു പ്ലേസിൽ നിർത്തിയിട്ട് ഒരു സ്നോർക്കലിംഗ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കേ വേണ്ട. അപ്പോൾ നിന്നിട്ട് നമുക്ക് നടന്നു പോകുന്ന സ്നോർക്കലിംഗ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലാതെ ഞങ്ങളുടെ കൂടെ വന്ന ആള് വെള്ളത്തിൽ നിന്ന് അവർ കയറാൻ പറ്റാണ്ട് ഒന്ന് കൈ ചോദിച്ചിട്ട് അവർ തന്നിട്ടില്ല. ഇറങ്ങുന്നതിന് മുമ്പേ അവർ പറയുന്നുണ്ടായിരുന്നു നോബഡി വിൽ ഹെൽപ്പ് യു എന്നത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങുക കേട്ടോ. കുറച്ച് റിസ്ക് ആണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ കൈ പിടിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ കയറാം. അല്ലാത്തവർക്ക് ഇപ്പം നടന്ന് പോയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് സ്നോർക്കൽ ചെയ്യേണ്ട ഒരു പ്ലേസ് ഇത് അവിടെ നിന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ആണ് ഷാലോം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാലോം ടെമ്പിളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ കാണുന്നത് അല്ലെങ്കിൽ നീ ഒക്കെ കവർ ചെയ്യണം എന്നാണ് പറയുക. പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഷോൾ ഇവിടെ നീ ഒന്നും കവർ ചെയ്യുന്നില്ല, നമ്മൾ ഷോർട്സ് ആണ് ഇട്ടതെങ്കിൽ ഇങ്ങനെ ഒരു കവർ ചെയ്യേണ്ടത് തുണി അവർ തരുന്നുണ്ടോ, അത് ഫ്രീ ആയിട്ട് അവർ തന്നിട്ട് പോകുമ്പോൾ അവർക്ക് തിരിച്ചേൽപ്പിക്കാം. അപ്പോൾ ഈ ഒരു കവർ ചെയ്യേണ്ടത് ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഐലൻഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതേണ്ട ഒന്നാണ് സൺസ്ക്രീൻ. ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ സൺസ്ക്രീന് കയ്യിൽ നിർബന്ധമായിട്ടും കരുതുക. പിന്നെയുള്ളതാണ് മോസ്കിറ്റോ റെപ്പലന്റ് അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് റെപ്പലന്റ് ക്രീം. കാരണം കുട്ടികൾക്ക് അത് നിർബന്ധമാണ്. കാരണം ഐലൻഡിലോട്ട് പോകുന്ന സമയത്ത് പല ടൈപ്പ് നമുക്ക് ഇൻസെക്ട് കുട്ടികളെ കടിച്ചേക്കാം. അപ്പോൾ അതൊക്കെ ചിലതിൽ ലൈഫ് ത്രെട്ടണിങ് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും കയ്യിൽ കരുതുക. അതായത് കുട്ടികൾക്ക് നിങ്ങൾക്കൊരു റെപ്പലന്റ് ക്രീം തീർച്ചയായും കയ്യിൽ കരുതണം. പിന്നെ തേർഡ് വണ്ണാണ് ടൈഗർ പാർക്ക്. ടൈഗർ പാർക്കിലേക്ക് ഇപ്പോൾ കുട്ടികളുമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടൈഗറിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വലിയവർക്ക് മാത്രമാണ് ബിഗ്, മീഡിയം, സ്മോൾ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസ് ടൈഗർ പാർക്കിനുണ്ട്. അപ്പോൾ 3-ൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. 2000 തായ്പെട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങൾ എലിഫന്റ് ട്രെക്കിങ്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമുക്ക് എലിഫന്റിന്റെ നൽകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. പക്ഷെ അതും ഒരു ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് ആണ്.
എലിഫന്റ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ആലപ്പുറത്ത് കയറുന്ന പോലെയല്ല, നമുക്ക് ഇരിക്കേണ്ടതൊക്കെ ഒരു പ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും. ആനക്കാണ് കംഫർട്ട് ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് ഉണ്ടാവും. എലിഫന്റ് ട്രക്കിംഗ് ചെയ്യാം. പിന്നെ ഹണി ഫാം ആൻഡ് കാഷ്യൂ നട്ട് ഉണ്ട്. ഇത് രണ്ടിലും എനിക്ക് യാതൊരു ഇതും തോന്നിയിട്ടില്ല. അതെനിക്ക് അത്ര വലിയ ഒരു ഇഷ്ടമാവാത്ത രണ്ട് പ്ലേസസ് ആണ്. ഒന്നും അധികം കാണാനില്ല. അതിന് പകരം വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെയുള്ളതാണ് ബിഗ് ബുദ്ധ. ബിഗ് ബുദ്ധ എന്നുള്ളതും നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ നമുക്ക് അത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ വേറെ ഷാലോം ടെമ്പിളിൽ നിന്നും ഒക്കെ നമുക്ക് ദൂരെ നിന്ന് ബിഗ് ബുദ്ധന്റെ വ്യൂ കാണാം കേട്ടോ. പിന്നെ അത് അടുത്ത് നമ്മൾ അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 3 ഡേ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ്. ഈ ഹണി ഫാം, കാഷ്യൂ നട്ട്, ബിഗ് ബുദ്ധ, ഷാലോം ടെമ്പിള്, ടൈഗർ പാർക്ക്, ഇത് നിങ്ങൾക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ ആഫ്റ്റർനൂൺ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ അറിയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു സ്ഥലങ്ങളിൽ പോകേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഈ പട്ടോങ് ബീച്ചിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഐസ്ക്രീം അത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കോക്കനട്ട് ഐസ്ക്രീം, കോക്കനട്ട് ഇതിൽ ഐസ്ക്രീമും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പിന്നെ ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ് മാംഗോ ജ്യൂസ്. അതും റീലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പഞ്ചസാര പാലൊക്കെ ഇട്ടാണല്ലോ നമ്മളിവിടെ ജ്യൂസ്. അവിടെ അവർ അതിനെ മാത്രമാണ് അതും അതേപോലെ തന്നെ ഐസ് ക്യൂബ്സും ഇട്ടിട്ട് മാത്രമാണ് അവിടെ ജ്യൂസ് എടുക്കുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു പൂവൊക്കെ വെച്ച് തരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടുത്തെ നമ്മുടെ കോക്കനട്ട്, സാധാരണ കോക്കനട്ടും ഇവിടുത്തെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ആണ്. മാംഗോയും ഒക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7-Eleven സാൻഡ്വിച്ച്, സ്പിനാച്ച് ചീസ് സാൻഡ്വിച്ച് മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളവിടെ കുറേ ദിവസം രാത്രിക്ക് ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ആയിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ടേസ്റ്റ് ചെറുതായിട്ട് മിസ് ചെയ്യും. ഇതാണ് ഈ സാൻഡ്വിച്ച് ശ്രദ്ധിച്ചെടുക്കുക. പോർക്കിൻ്റെ ഒക്കെ സാൻഡ്വിച്ച് കുറേ ഉണ്ട്. അതുകൊണ്ട് സ്പിനാച്ച് ചീസാണ് സാൻഡ്വിച്ച്. നമ്മളവിടെ പോയിട്ട് സാൻഡ്വിച്ച് കഴിക്കണം മസ്റ്റ് ട്രൈ ആണെന്ന് കേട്ടില്ല. പക്ഷേ ഏത് സാൻഡ്വിച്ചാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ നോക്കി പിന്നെ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ആരും മറക്കണ്ട, സ്പിനാച്ച് ചീസ് സാൻഡ്വിച്ചാണ് ഇപ്പോൾ കഴിക്കേണ്ടത്. പിന്നെ കുട്ടികൾ ഒക്കെ ആയിട്ടാണ് പോകുന്നവരെങ്കിൽ അവർക്ക് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ ഫുഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് സെർലാക്ക് പോലെയുള്ള ഇൻസ്റ്റൻറ്റ് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായി. പിന്നെ അവിടെ ഹോട്ടലിൽ കെറ്റിലുണ്ട്. കെറ്റിലിൽ നിന്ന് നമ്മൾ റാഗി കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായി. ചൂടുവെള്ളം ഫ്ലാസ്കിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പോകുമ്പോൾ ഈ സെർലാക്കൊക്കെ കലക്കാൻ എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അതിൽ ചോറൊക്കെ ഉണ്ട്. അതും കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ, ഫ്രൂട്ട് കട്ട് അവിടെ കിട്ടും. അപ്പോൾ ഫ്രൂട്ട് കട്ടാണ് അവിടെ കുട്ടികളെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് അവിടെ നമുക്ക് സൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പും അതും കുട്ടികൾക്കുള്ള ഒരു ബെസ്റ്റ് ഫുഡാണ്. പിന്നെ എവിടെ പോലും നിങ്ങൾക്ക് ഫ്രൂട്ട് കട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഫുഡാണ് ഈ ഫ്രൂട്ട് കട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ തായ്ലൻഡിൽ പോകുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ തായ് മസാജ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ തായ് മസാജ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ഡബിൾ മൈൻഡ് ആയിരുന്നു, ചെയ്യണോ ഭയങ്കര ഹാഷായിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഡബിൾ മൈൻഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഡേ തായ് മസാജ് ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല റേറ്റിലും പല സ്ഥലം ഒരുപാട് തായ് മസാജിങ് സെൻ്റർ ഉണ്ട്. അപ്പം നല്ല റേറ്റിംഗ് ഉള്ള നല്ലൊരു തായ് മസാജ് സെൻ്ററിൽ തന്നെ, പ്രൊഫഷണൽ ആയിട്ടുള്ള തായ് മസാജ് സെൻ്ററിൽ തന്നെ പോകാൻ നോക്കുക. ഞങ്ങളെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടുള്ള നല്ലൊരു തായ് മസാജ് സെൻ്ററിലാണ് പോയത്. പിന്നെ അവരോട് പ്രത്യേകം പറയാം, ഈസി, മീഡിയം, ഹാർഡ് എന്നൊരു 3 ടൈപ്പ് ഉണ്ട്. ഹാർഡ് ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ മീഡിയം ആണ് എടുത്തത്. എന്നിട്ടും കുറച്ചൊരു ഒരു ഇത് ശക്തിയിലാണ് അവർ ചെയ്തത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈസി വേണമെങ്കിൽ ഈസി ചൂസ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ 4th ഡേ ഞാൻ പറഞ്ഞല്ലോ, 4th ഡേ നമ്മൾ ചൂസ് ചെയ്തത് ഫ്രീ ഡേ ആയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിങ്ങിന്, അതേപോലെ തന്നെ അവിടെ അടുത്ത് ബീച്ചസ് ഒരുപാടുണ്ട്. നമുക്ക് എല്ലാ ബീച്ചും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. കാരണം ആ ഒരു ബ്ലൂ കളർ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ട് ബീച്ചസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. തായ് മസാജ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ 5th ഡേ ലാസ്റ്റ് ഡേ ഓൾഡ് ഫുക്കറ്റ്, ഒരു മസ്റ്റ് പ്ലേസ് ആട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ളവർക്ക് നമുക്ക് അവിടെ പോവാം. ഫുക്കറ്റ് ടൗൺ, ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാള്, ഓൾഡ് ഫുക്കറ്റിൽ അവിടെ തന്നെ ഒരു മാളുണ്ട്. അവിടെ മാളിലും നമുക്ക് പോയിട്ട്
സ്പെൻഡ് ചെയ്യാം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ആൻഡ് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായും ഞങ്ങൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഒരാൾക്ക് എത്ര രൂപയായി എന്നുള്ളത്. ഞങ്ങൾ ഒരാൾക്ക് 50,000 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ന്യൂ ഇയറിൻ്റെ ഒരു ഓഫർ ഉള്ളത് കൊണ്ട് 44,000 ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക്, യുവക്കുട്ടി 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 4 വയസ്സിലെ കുട്ടിക്കായത് 25,000 റുപ്പീസാണ് കേട്ടോ. ഇത്രയും ഓപ്പൺ ആയിട്ട് എല്ലാവരും പോസ്റ്റ് ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല. 1 വയസ്സിലെ കുട്ടിക്കായത് 3,000 ആണ്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സജഷൻസും ഞങ്ങളോട് പറയാം. എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ഞങ്ങളോട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.